ലോണിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. ലോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2012 മോഡലൊക്കെ നമുക്ക് 2 വർഷമൊക്കെ മാക്സിമം നമുക്ക് ലോൺ കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിൽ ഈ സെഡാൻ വാഹനങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടാവും. ഓട്ടോമാറ്റിക്കും കൂടി ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3 സെഡാൻ വാഹനങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് എന്നുള്ളത്. അത് ഹുണ്ടായിൻ്റെ വെർണുണ്ട്, അത് നമുക്കിപ്പോൾ ടോക്കൺ ആയിട്ടുണ്ട്. അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സിറ്റിയും സ്റ്റോക്ക് ഉണ്ട്, അതും ടോക്കൺ ആയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിയാസ് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ഓട്ടോമാറ്റിക്കലി സെഡാൻ വാനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 2014 മോഡലാണ്. 14 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,34,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഡിക്കി ഡോറൊക്കെ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. നേരത്തെ പറഞ്ഞ പോലെ സെഡാൻ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടിൽ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യും. നല്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനും പറ്റും. അത്യാവശ്യം ഒരു 15 റേഞ്ചിൽ നമുക്ക് മൈലേജും ലഭിക്കുന്ന വാഹനമാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഓൾമോസ്റ്റ് എല്ലാ VXi ആണോ ZXi ആണോ ഓപ്ഷൻ വരുന്നത്. പല ആൾക്കാരും ഒരു സംശയമാവും, ഈ ഡീസൽ വാഹനം മാരുതിൻ്റെ കമ്പനിയിൽ ഡീസൽ വാഹനം പെട്രോൾ വാഹനം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ഈ ഡീസൽ വാഹനം LXi VXi ZXi അല്ലേ, ZXi ഈ 3 പെട്രോൾ വാഹനങ്ങളിൽ വരുന്നത്. ഡീസലിലേക്ക് വരുമ്പോൾ അത് LDI VDI ZDI ആവും. അപ്പോൾ ആ ഡിയും എക്സും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഡീസലാണെന്നുണ്ടെങ്കിൽ ഡി ആവും വരിക, പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ എക്സ് ആവും വരിക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് പെട്രോൾ ആണോ ഡീസലാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയർ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ZXi ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ZXi പ്ലസ് ഇതിന് മുകൾക്ക് ഒന്നുകൂടി ഉണ്ട്. ഫുൾ ഓപ്ഷന് നേരെ താഴെയുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം ZXi ഓപ്ഷൻ ആയതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, മിറർ കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ്, AC, അലോയിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനം കേട്ടോ. അപ്പോൾ ഈ സെഡാൻ വാഹനങ്ങൾ പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡിക്കി സ്പേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിയാസ് വാഹനത്തിൻ്റെ നമ്മൾ ഡിക്കിൻ്റെ സ്വിച്ച് സാധാരണ കേബിൾ അധികം എല്ലാ വാഹനങ്ങൾക്കും താഴെയാവും വരുന്നത്. സിയാസിന് നേരെ ഇവിടെ വരുന്നത്. ഇത് നേരെ നിൽക്കുക, നേരെ ഡിക്കി ഓപ്പൺ ആവും. നേരെ നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് ഒന്ന് പോകട്ടോ. അപ്പോൾ അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനങ്ങളാവും സെഡാൻ വാഹനങ്ങൾ കേട്ടോ. അപ്പോൾ ബൂട്ട് സ്പേസ്, യാത്രാ കംഫർട്ടും അതും ഒരു ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം. നമുക്ക് ഫാൻസി നമ്പറുണ്ട് 8877, ഒരു ഫാൻസി നമ്പറും കൂടി ഉണ്ടാവില്ലേ. അതേപോലെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സെലേറിയൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ ലേഡീസിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി മാറണം എന്നുള്ളൊരു ചിന്തയുള്ളവർക്കൊക്കെ ഓടിച്ച് നടക്കാൻ പറ്റിയ ചെറിയൊരു ഒതുങ്ങിക്കൂടിയ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒതുങ്ങിക്കൂടിയൊരു വാഹനം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, സെലേരിയോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,34,000 കിലോമീറ്ററിൽ ഡിക്കി ഡോറോ ഒക്കെ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ വാഹനം കേട്ടോ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ഒരു ആവറേജ് വരെ ടയർ കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 4,60,000 രൂപ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലോണും കൂടി ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. പിന്നെ ഈ ലോണിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. ലോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2012 മോഡലൊക്കെ നമുക്ക് 2 വർഷമൊക്കെ മാക്സിമം നമുക്ക് ലോൺ കിട്ടുക. 2015 വരെ, 2012 ശേഷം 15 വരെ നമുക്ക് 4 വർഷത്തിന് ലോൺ കിട്ടും. 18 വരെയൊക്കെ നമുക്ക് 4 വർഷത്തിനാവും ലോൺ കിട്ടുക. 18 മുതൽക്ക് ഒരു 5 വർഷത്തിനാവും ലോൺ കിട്ടുക. അപ്പോൾ 2014 മോഡൽ ആയതുകൊണ്ട് നമുക്ക് 4 വർഷം ലോണ് പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്ക് 4,60 നമ്മൾ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് ഏകദേശം ഒരു 4,40 വരെ നമുക്ക് വണ്ടിക്ക് ലോൺ കൂടി ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ ഇതിന് ആവശ്യക്കാരാണെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ.